Hi all, welcome to Community Cracker. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് UGC നെറ്റ് എക്സാം എഴുതുന്നവർക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോയുമായിട്ടാണ്. 2024 ജൂൺ 18 ക്യാൻസൽ ആയി പോയ ഒരു എക്സാം നടന്നില്ലായിരുന്നോ? അപ്പൊ ആ എക്സാമിൽ നമുക്ക് അതിനകത്ത് ചോദിച്ച മാത്തമാറ്റിക്കൽ ആപ്റ്റിറ്റ്യൂഡിലെ ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ, അത് നമുക്ക് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ചെയ്തു നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, sum of ₹50 is divided among A, B and C in such a way that A gets ₹5 less than B and B gets ₹10 less than C. What is the ratio of their money share? മൂന്ന് പേർക്ക് A, B, C മൂന്ന് പേർക്ക് ₹50 ഡിവൈഡ് ചെയ്ത് കൊടുത്തു അല്ലെ. അതിൽ മൂന്ന് പേർക്ക് കിട്ടുന്ന രീതി അവർ പറയുന്നുണ്ട്. മൂന്ന് പേരുണ്ട്, എന്താ, എക്ക് ബിക്ക് എന്ത് കിട്ടിയോ അതിനെക്കാട്ടിൽ ₹5 കുറവാണ്. ഇനി ബിക്ക് എന്ത് കിട്ടിയോ സിക്ക് എന്ത് കിട്ടിയോ അതിനെക്കാട്ടിൽ ₹10 കുറവാണ് അല്ലെ. ദെൻ വാട്ട് ഈസ് ദ റേഷ്യോ ഓഫ് അവർക്ക് കിട്ടിയ മണിയുടെ റേഷ്യോ ആണ്. സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ഓക്കെ, എന്ത് ചെയ്യണം? സിക്ക് നമുക്ക് ഇവിടുന്ന് സിക്ക് കിട്ടിയതിന്റെ അനുസരിച്ച് ബിക്ക് കിട്ടുന്നെന്ന് പറയുന്നത് ബിയുടെ അടിസ്ഥാനത്തിലാണ് എയുടേത് പറയുന്നത് അല്ലെ. അപ്പൊ നമുക്ക് സിന്ന് തുടങ്ങാം. സിക്ക് എക്സ് ആണ് കിട്ടിയതെങ്കിൽ ബിക്ക് എന്താ കിട്ടിയത്? സിക്ക് കിട്ടിയതിനെക്കാട്ടിൽ 10 കുറവ് അല്ലെ. സോ എക്സ് -10. ഇനി എക്ക് എന്താ കിട്ടിയത്? ബിക്ക് എന്ത് കിട്ടിയോ അതിനെക്കാട്ടിൽ 5 കുറവ് അല്ലെ. സോ എക്സ് -10 -5 എക്സ് -15. അപ്പൊ ഇതാണ് എക്കും ബിക്കും സി കൂടെ കിട്ടിയത്. ഇവർക്ക് മൂന്നുപേർ കൂടെ ഡിവൈഡ് ചെയ്ത് കൊടുത്തത് എന്താ? ₹50 അല്ലേ. അപ്പൊ ഇത് മൂന്നും കൂടെ ആഡ് ചെയ്താൽ നമുക്ക് 50 കിട്ടത്തില്ലേ? സോൾവ് ചെയ്തേ. എക്സ് -15 പ്ലസ് എക്സ് -10 പ്ലസ് എക്സ് ഈക്വൽ ടു 50. 3x ഉണ്ട് അല്ലെ, 3x. Then -15 -10 -25 equal to 50. That is 3x equal to 50 plus ഈ 25 പുറത്ത് വരുമ്പോഴത്തേക്ക് 75. x equal to 75/3 25 എന്ന് കിട്ടി. അപ്പൊ എക്സിന്റെ വാല്യൂ കിട്ടി. അപ്പൊ എക്കും ബിക്കും സിക്കും എന്ത് കിട്ടി? സിക്ക് എത്ര കിട്ടിയത്? 25. ബിക്ക് എന്താ കിട്ടിയത്? 25 -10 അല്ലെ, 15. ഇനി എക്ക് എന്താ കിട്ടിയത്? 25 -15 അല്ലെ, 10. ക്ലിയർ ആണോ? ഇനി എന്ത് ചെയ്തണം? ഇതിന്റെ റേഷ്യോ കണ്ടുപിടിച്ചാൽ പോരായോ? 10:15:25. കോമൺ ഉണ്ടല്ലോ, അപ്പൊ അത് കട്ട് ചെയ്യുക. മൂന്നെണ്ണത്തിനും കോമൺ ആയിട്ടുണ്ടെങ്കിൽ അത് കട്ട് ചെയ്യുക അല്ലെ. 5 കോമൺ ആണ്. സോ കട്ട് ചെയ്താൽ 2:3:5. ഏതാണ് ഓപ്ഷൻ? ഓപ്ഷൻ ഡി, 2:3:5. ക്ലിയർ അല്ലേ? സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യമായിരുന്നു അത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ട്രെയിനിലെ ക്വസ്റ്റ്യൻ ആണ് അല്ലെ. നമ്മൾ ഓൾറെഡി ട്രെയിനിന്റെ ഒക്കെ ക്ലാസ്സുകൾ നമ്മൾ എടുത്തിട്ടുള്ളതാണ് അല്ലെ. ട്രെയിനിന് ചോദിച്ചൊരു ചോദ്യമാണ് ചോദിച്ചേക്കുന്നത്. എ 500 meter long train running at a speed of 100 meter/second crosses a tunnel in 10 seconds. What is the length of the tunnel? എന്താണ്? നമ്മൾ ട്രെയിനിന്റെ പഠിച്ചിട്ടുള്ളതാണ്. എന്താ? ടൈം വെച്ചിട്ട് നമ്മൾ ഇക്വേഷൻ എഴുതുന്നത് അല്ലെ. ഒബ്ജക്റ്റ് ഏതാണെന്ന് നോക്കുക. എന്താ? ലെങ്ത് ഓഫ് ട്രെയിൻ പ്ലസ് ലെങ്ത് ഓഫ് ഒബ്ജക്റ്റ് ബൈ സ്പീഡ് ഓഫ് ട്രെയിൻ പ്ലസ് ഓർ മൈനസ് സ്പീഡ് ഓഫ് ഒബ്ജക്റ്റ് അല്ലെ. ഇതാണ് ഒരു ട്രെയിൻ ഒരു ഒബ്ജക്റ്റിനെ പാസ് ചെയ്താൽ എടുക്കുന്ന ടൈമിന്റെ ഇക്വേഷൻ അല്ലെ. ഇവിടുത്തെ ഒബ്ജക്റ്റ് ഏതാണ്? നോക്കിയേ, ഒരു ടണൽ അല്ലെ. ടണൽ എന്ന് പറയുമ്പോൾ അതിന് ലെങ്ത് ഉണ്ട്, അതിന് സ്പീഡ് ഇല്ല. അപ്പൊ നമ്മുടെ ഇക്വേഷൻ ലെങ്ത് ഓഫ് ട്രെയിൻ പ്ലസ് ലെങ്ത് ഓഫ് ഒബ്ജക്റ്റ് ബൈ സ്പീഡ് ഓഫ് ട്രെയിൻ അല്ലെ. സ്പീഡ് ഓഫ് ഒബ്ജക്റ്റ് വേണ്ട. അപ്പൊ നമ്മൾ എഴുതിയേ 500 മീറ്റർ ആണ് എന്ത്? ലെങ്ത് ഓഫ് ട്രെയിൻ പ്ലസ് ഇനിയും എന്താണ്? ടണലിന്റെ ലെങ്ത്, അത് നമുക്ക് കണ്ടുപിടിക്കാനുള്ള ലെങ്ത് ഓഫ് ടണൽ ബൈ സ്പീഡ് ഓഫ് ട്രെയിൻ എന്താണ്? 100 meter/second അല്ലെ, 100. ഇനി ടൈം തന്നിട്ടുണ്ട്, എത്ര അതിനെ പാസ് ചെയ്യാനുള്ള ടൈം? 10 seconds. ക്ലിയർ ആണ്? ഈ ഇക്വേഷനിൽ തന്നിട്ടുള്ളത് എല്ലാം എടുത്തിടുക. അപ്പൊ തരാത്തത് നമുക്ക് കണ്ടുപിടിക്കാം. ഇനി ഇവിടെ പറഞ്ഞേക്കുന്നത്, ഇത് ഞാൻ മീറ്ററിലാണ് ക്വസ്റ്റ്യൻ തന്നേക്കുന്നത്, അതേപോലെ ടൈം സെക്കൻഡിലാണ് തന്നേക്കുന്നത്, അതുപോലെ സ്പീഡ് meter/second. അതുകൊണ്ട് നമുക്കൊന്നും കൺവേർട്ട് ചെയ്യേണ്ടി വന്നില്ല. സോ സോൾവ് ചെയ്യാം. സോൾവ് ചെയ്തേ. ഇവിടെ എന്തോരും? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ 1000 equal to 500 plus length of train. So length of train will be equal to 1000 minus 500 meter. Clear ആണോ? Length of train എന്ത് വന്ന്? 500 meter. ഓപ്ഷൻ ബി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇതെന്താണ്? ഒരു സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ ആണ് അല്ലെ. ഒരു പ്രോഫിറ്റ് ആൻഡ് ലോസ് എന്നുള്ള ഒരു ടോപ്പിക്കിൽ തന്നെ ഒരു 2-3 സ്റ്റേറ്റ്മെന്റ്, 2-3 ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് ഇതിൽ ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. അതായത് നമ്മുടെ ഇപ്പൊ ABCD 4 ചോദ്യങ്ങൾ തന്നിട്ടുണ്ട് അല്ലെ. ആ ചോദ്യങ്ങൾ നമ്മൾ ചെയ്യുക, അതിന്റെ ഉത്തരം കണ്ടുപിടിക്കുക, എന്നിട്ട് ഇവർ പറഞ്ഞേക്കുന്ന ഉത്തരം അത് ശരിയാണോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യുക. അങ്ങനെ ഒരു ചോദ്യമായിരുന്നു അല്ലെ. നോക്കിയേ, ഈ ഒരു ക്വസ്റ്റ്യൻ ഒക്കെ നമ്മുടെ ഫൈനൽ ടച്ചിന്റെ സമയത്ത് നമ്മൾ മാത്തമാറ്റിക്കൽ ആപ്റ്റിറ്റ്യൂഡിന്റെ ടോപ്പിക്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത ചോദ്യമായിരുന്നു ഇതൊക്കെ. അപ്പൊ എങ്ങനെയാ ചെയ്യുന്നതെന്ന് നോക്കാം. നോക്കിയേ,
അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് ഓരോന്നും ചെയ്യുക, അതായത് ഫസ്റ്റ് ഓപ്ഷൻ എടുക്കുക, അതേപോലെ ഇതിന്റെ ഓപ്ഷൻസും കൂടെ നമ്മൾ ചെക്ക് ചെയ്തോളുക. ഇപ്പൊ നോക്കിയേ, എ ആൻഡ് ബി ഉള്ളി, ബി ആൻഡ് സി ഉള്ളി. ഇപ്പൊ നമ്മൾ എ നമ്മൾ ചെയ്തു, അത് ശരിയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഓപ്ഷൻസ് ഒക്കെ വെട്ടിക്കളഞ്ഞാൽ അങ്ങനെ നമ്മൾ നോക്കണം. അപ്പൊ നമുക്ക് എല്ലാം ചിലപ്പോൾ ചെയ്യേണ്ടി വരും, ചില ക്വസ്റ്റ്യനിൽ എല്ലാം ചെയ്യേണ്ടി വരും. ഇപ്പൊ നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എ ചെയ്തു അല്ലെ, എ ചെയ്തിട്ട് അത് ശരിയെന്ന് നമുക്ക് കിട്ടിയാൽ നമുക്ക് ഈ രണ്ട് ഓപ്ഷൻസും വെട്ടിക്കളയാം അല്ലെ. എന്നിട്ട് നമുക്ക് ഒന്ന് ഇത് അപ്പൊ നമുക്ക് ബിയും ഡിയും ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി, മനസ്സിലായോ? സി ഇവിടെ ചെയ്യേണ്ടി വരത്തില്ല. ഇനി നമുക്ക് ഇൻ കേസ് എ ചെയ്തത് തെറ്റാണെന്ന് കിട്ടിയാൽ അപ്പൊ പിന്നെ ഈ രണ്ട് ഓപ്ഷൻസും നമുക്ക് വെട്ടാം അല്ലെ. പിന്നെ നമ്മൾ വേണ്ട ബി ചെയ്ത് നോക്കുന്നു, ബി കഴിഞ്ഞ് സി ചെയ്യുമ്പോൾ സി ശരിയാണെന്ന് കിട്ടിയാൽ ഈ ഒരു ഓപ്ഷൻ, അല്ല സി അല്ലെന്ന് പറഞ്ഞാൽ അടുത്തത് നോക്കുക, മനസ്സിലായോ? പിന്നെ നമുക്ക് ഓപ്ഷൻസ് മാറ്റിക്കളയാൻ പറ്റും. ക്ലിയർ ആണോ? അപ്പോൾ നമുക്ക് ഓരോന്ന് ചെയ്ത് നോക്കാം. ഫസ്റ്റ് ഓപ്ഷൻ, എ മാൻ പർച്ചേസ്ഡ് ആൻ ഐറ്റം അറ്റ് 4/5 of its selling price X and sold it at 5% more than X. Then his gain percent, അതൊരു പറയുന്നത് നിങ്ങൾ ഗെയിൻ പെർസെന്റ് കാണുക, അത് 25% ആണെന്നാണ് അവർ പറയുന്നത് അല്ലെ. അപ്പൊ നമ്മൾ ഗെയിൻ പെർസെന്റ് ഈ ഒരു സ്റ്റേറ്റ്മെന്റിൽ നിന്ന് ഗെയിൻ പെർസെന്റ് കണ്ടുപിടിക്കുക, എന്നിട്ട് അത് ശരിയാണോ തെറ്റാണോ നോക്കുന്നു. ഓക്കെ, നോക്കാം. എ മാൻ പർച്ചേസ്ഡ് ആൻ ഐറ്റം അറ്റ് 4/5 of its selling price. അതായത് ഒരു സാധനത്തിന് എക്സ് ആയിരുന്നു അതിന്റെ പ്രൈസ്. ഓക്കെ, അത് വിൽക്കാനായിട്ട് എക്സ് പ്രൈസിൽ എഴുതിയിട്ടേക്കുമെന്ന് വിചാരിക്കാം. ആ പ്രൈസിന്റെ 4/5 അയാൾ മേടിച്ചത് അല്ലെ. അപ്പൊ ഞാൻ പറയുന്നു ഈ എക്സ് എന്ന് പറയുന്നത് 100 ആണെന്ന് ഞാൻ അങ്ങ് അസ്യൂം ചെയ്യുന്നു. ക്ലിയർ ആണോ? ആ ഒരു പ്രോഡക്റ്റിന് 100 rupees ആയിരുന്നു വില എന്ന് ഞാൻ അങ്ങ് അസ്യൂം ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ ഇയാൾ മേടിച്ചത്, ഇയാൾ ഒരു കടയിൽ ചെന്നിട്ട് മേടിക്കുവാണ്. അപ്പൊ അതിന്റെ കോസ്റ്റ് പ്രൈസ് എന്താണ്? 4/5 of 100 അല്ലെ. അതിന്റെ സെല്ലിംഗ് പ്രൈസ് എന്നുള്ള രീതി പറയാം, അതായത് വിൽക്കാൻ ഇട്ടേക്കുന്നത് 100 rupeesനായിരുന്നു, അതിന്റെ 4/5 അയാൾ മേടിച്ചത്. ക്ലിയർ ആണോ? അപ്പൊ എത്ര രൂപയ്ക്കാണ് മേടിച്ചത്? 80 rupeesന് അയാൾ മേടിച്ചു. എന്നിട്ട് സോൾഡ് ഇറ്റ് അറ്റ് 5% more than എക്സ്, അതായത് എക്സ് ആ ഒരു സാധനത്തിന്റെ വിലയുണ്ടല്ലോ, ആ എക്സ് എന്ന് പറഞ്ഞ വില, അതായത് 100 നമ്മൾ എടുത്തത് അതിനെക്കാട്ടില് 5% കൂട്ടിയാണ് അയാൾ വിൽക്കുന്നത്. ഈ ഒരു മാൻ 80 രൂപയ്ക്ക് മേടിച്ചു, അയാൾ എത്ര രൂപയ്ക്കാ വിറ്റത്? 100ന്റെ 5% എത്രയാണ്? 5 രൂപയും കൂടെ കൂട്ടി വിറ്റു. ദാറ്റ് ഈസ് 105 rupeesന് അയാൾ വിറ്റു. ക്ലിയർ ആണോ? ഈ എക്സിനെ കാട്ടിലും 5% കൂട്ടി വിറ്റു എങ്കിൽ അയാളുടെ ഗെയിൻ പെർസെന്റേജ്, അപ്പൊ അയാൾ ആ സാധനം മേടിക്കുന്നത് 80 rupeesനും അയാൾ വിൽക്കുന്നത് 105 rupeesനും. ഗെയിൻ പെർസെന്റേജ് കണ്ടുപിടിച്ചേ. ഗെയിൻ പെർസെന്റേജ് കാണുന്നത് എങ്ങനെയാണ്? ഗെയിൻ അല്ലെ, അതായത് ഗെയിൻ വരിക എന്ന് പറയുമ്പോൾ കോസ്റ്റ് പ്രൈസ് ആണോ സെല്ലിംഗ് പ്രൈസ് ആണോ കൂടുതൽ? സെല്ലിംഗ് പ്രൈസ് കൂടുതൽ അല്ലെ. സോ സെല്ലിംഗ് പ്രൈസ് മൈനസ് കോസ്റ്റ് പ്രൈസ് ബൈ കോസ്റ്റ് പ്രൈസ് ഇൻറ്റു 100. ഇതാണ് ഗെയിൻ പെർസെന്റേജിന്റെ ഇക്വേഷൻ അല്ലെ. സോൾവ് ചെയ്യാം. സെല്ലിംഗ് പ്രൈസ് എത്ര ആയിരുന്നു? 105 മൈനസ് 80 ബൈ ദെൻ കോസ്റ്റ് പ്രൈസ് എന്താണ്? 80 ഇൻറ്റു 100. സോൾവ് ചെയ്തേ. 105 മൈനസ് 80 എന്ത് വരും? 25 ബൈ 80 ഇൻറ്റു 100. സോൾവ് ചെയ്യാം. 0 കട്ട് ചെയ്തു, 2 വെച്ച് കട്ട് ചെയ്താൽ ഇവിടെ 5 ആയി, ഇവിടെ 4 ആയി. ദാറ്റ് ഈസ് 125 by 4. ഇപ്പൊ നമുക്ക് നോക്കാം, അത് ഒരിക്കലും 25 അല്ല വരുന്നത്, പോയിന്റ് വരുന്നുണ്ട് അല്ലെ. 125 ഡിവൈഡ് ബൈ 4 ചെയ്ത് നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും എന്ത് വരും. 3 സംതിങ് ആണ് അല്ലെ. 12 3 സംതിങ് 31 പോയിന്റ് സംതിങ് ആണ് നമുക്ക് കിട്ടുന്നത്. അതായത് നമ്മുടെ ഗെയിൻ പെർസെന്റേജ് 25 അല്ല അല്ലെ. അതായത് ഓപ്ഷൻ എ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എ എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ് എന്നാണ് നമുക്ക് കിട്ടുന്നത്. ക്ലിയർ ആണോ? അപ്പൊ നമുക്ക് ദാണ്ട ഇതിനകത്തുനിന്ന് ഈ ഓപ്ഷനും അല്ല ഈ ഓപ്ഷനും അല്ല എന്ന് നമുക്ക് ഉറപ്പിക്കാം. ഓക്കെ, ഇനി നമുക്ക് ബി ആണോ സി ആണോ നോക്കാം. അതിൽ അടുത്ത സ്റ്റേറ്റ്മെന്റ് നമുക്ക് ബി ചെയ്ത് നോക്കാം. നോക്കിയേ, സെക്കൻഡ്, എ ഡീലർ പ്രൊഫസസ് ടു സെൽ ഹിസ് ഗുഡ് അറ്റ് കോസ്റ്റ് പ്രൈസ് ബട്ട് യൂസസ് എ വെയിറ്റ് ഓഫ് 900 gram ഫോർ എ കിലോഗ്രാം വെയിറ്റ്. ഹിസ് ഗെയിൻ ഈസ് 11/9%. എന്താണ്? ഒരു കച്ചവടക്കാരൻ ഒരു സാധനം കോസ്റ്റ് പ്രൈസിലാണ് വിൽക്കുന്നത് പറയുന്നു, അതായത് അയാൾ മേടിച്ച അതേ വിലയ്ക്ക് തന്നെയാണ് വിൽക്കുന്നത് എന്ന് പറഞ്ഞിട്ടാണ് അയാൾ വിൽക്കുന്നത് സാധനം. പക്ഷേ അയാൾ ചെയ്യുന്ന എന്താ? ഹി യൂസസ് എ വെയിറ്റ് ഓഫ് 900 gram ഫോർ എ കിലോഗ്രാം. അതായത് 1 കിലോഗ്രാം, അതായത് 1000 gram. 1000 gram ഉള്ള സാധനം അയാൾ 1000 gram എന്ന് പറഞ്ഞ് കൊടുക്കുന്നുണ്ട്, പക്ഷെ യഥാർത്ഥത്തിൽ അതിന് എത്രയേ ഉള്ളൂ? 900 gram കൊടുക്കുന്നുള്ളൂ. എങ്കിൽ അയാൾക്ക് ലാഭമല്ലേ? അതായത് യഥാർത്ഥ വിലയാന്നും പറഞ്ഞ് കൊടുക്കുന്നു, 1000 gram കൊടുക്കുക എന്ന് പറഞ്ഞ് കൊടുക്കുന്നുണ്ട്, പക്ഷെ യഥാർത്ഥത്തിൽ 900 gram കൊടുക്കുന്നുള്ളൂ. എങ്കിൽ അയാളുടെ ഗെയിൻ എന്താ?
11 1/9% ആണോ എന്നാ ചോദിക്കുന്നത്. അപ്പൊ നമുക്ക് ഗെയിൻ കണ്ടുപിടിക്കാം. എന്ത് ചെയ്യാം? 1 ഗ്രാമിന് 1 രൂപ എന്നുള്ള വിലയാന്ന് വെച്ചോ, കോസ്റ്റ് പ്രൈസ്. അതായത് ആ ഒരു സാധനത്തിന് 1 ഗ്രാമിന് 1 രൂപ എന്നുള്ള റുപ്പീസ് ആണ് നമുക്ക് അസ്യൂം ചെയ്യാം. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം 1000 ഗ്രാമിന്റെ കോസ്റ്റ് പ്രൈസ് വന്നാൽ എത്ര ആയിരിക്കും? 1000 റുപ്പീസ്. ഇനി 900 ഗ്രാമിന്റെ കോസ്റ്റ് പ്രൈസ് ആണെങ്കിലോ എന്താ? 900 റുപ്പീസ്. ക്ലിയർ അല്ലേ? ഓക്കെ. അപ്പൊ ഒരാള് എന്താ ചെയ്യുന്നത്? 1 കിലോയുടെ ഒരു സാധനം മേടിക്കാൻ ഒരാൾ വന്നു അല്ലെ. 1 കിലോഗ്രാമിന്റെ സാധനം മേടിക്കാനാണ് അയാൾ വന്നത്. അതായത് 1000 ഗ്രാം സാധനം അയാൾക്ക് വേണം. പക്ഷെ ഈ കടക്കാരൻ 1000 ഗ്രാമാന്നും പറഞ്ഞ ഒരു കവറിലിട്ട് കൊടുക്കുന്നത് എത്രയേ ഉള്ളൂ? 900 ഗ്രാമേ കൊടുക്കുന്നുള്ളൂ അല്ലെ. കള്ള തൂക്കം കൊടുക്കാന്ന് പറയത്തില്ലേ, അതേപോലെ. അപ്പൊ 100 ഗ്രാം 1 കിലോയുടെ സാധനം ആണ് കടക്കാരൻ ഒരാള് മേടിക്കാൻ വന്നത്. പക്ഷെ അയാൾക്ക് എത്ര കൊടുക്കുന്നുള്ളൂ? 900 ഗ്രാമേ കൊടുക്കുന്നുള്ളൂ അല്ലെ. അപ്പൊ നമുക്ക് നോക്കാം ഇതിന്റെ കോസ്റ്റ് പ്രൈസ് എന്താ. കടക്കാരന് ഈ 900 ഗ്രാമിന്റെ വില എന്താ? കടക്കാരന് എത്ര? 900 ഗ്രാമേ കൊടുക്കുന്നുള്ളൂ. അതായത് 900 റുപ്പീസ് ഉള്ള സാധനം അയാള് 1 കിലോയാന്നും പറഞ്ഞ് എന്താണ് ആളിന് വിൽക്കുവാണ്. അപ്പൊ അയാള് എത്ര രൂപ കൊടുക്കുന്നുണ്ട്? 1000 രൂപ അല്ലെ. അതായത് ഇതിന് 1 രൂപയാണ് അയാളുടെ കോസ്റ്റ് പ്രൈസ്. 1 രൂപ വിലയുള്ള സാധനം 1 രൂപയ്ക്ക് തന്നെ അയാൾ കൊടുക്കുക എന്ന് പറയുന്നുണ്ട് അല്ലെ. അപ്പൊ 1000 ഗ്രാം മേടിച്ചുകൊണ്ട് 1000 റുപ്പീസ് അയാൾ ഇവിടെ കൊടുക്കുന്നു. പക്ഷെ യഥാർത്ഥത്തിൽ 900 കൊടുക്കുന്നുള്ളൂ. അത്രേ ഉള്ളൂ. കോസ്റ്റ് പ്രൈസ് വന്നിട്ട് 900ഉം സെല്ലിംഗ് പ്രൈസ് വന്നിട്ട് 1000ഉം. അങ്ങനെയാണെങ്കിൽ ഒന്ന് കണ്ടുപിടിച്ചേ, ഗെയിൻ പെർസെന്റേജ് കണ്ടുപിടിച്ചേ. ഗെയിൻ പെർസെന്റേജ് എത്രയാണ്? ഇവരുടെ ഡിഫറൻസ് അല്ലെ. 100 ബൈ കോസ്റ്റ് പ്രൈസ് എത്രയാണ്? 900 × 100. കട്ട് ചെയ്യാം. സോ 100/9. 100/9 എന്ന് പറയുമ്പോൾ എന്താ ചെയ്യുക? 11 1/9%. അത് ശരിയാണ്. ഗെയിൻ പെർസെന്റേജ് ഈ പറഞ്ഞത് വെച്ചിട്ട് 11 1/9% ആണ്. ക്ലിയർ ആണോ? അപ്പൊ ഏതാ നമ്മുടെ ഓപ്ഷൻ വരുന്നത്? അപ്പൊ ബി ശരിയാണ്, എ തെറ്റാണ്, ബി ശരിയാണ്. അപ്പൊ ഏതാ? ഇതാണ്ടേ ബി വരുന്നത്. അപ്പൊ ഇത് എ തെറ്റായത് കൊണ്ട് തന്നെ നമ്മൾ ഇത് 2 നേരത്തെ വെട്ടിയായിരുന്നു അല്ലെ. ഇനി ബി ശരിയായത് കൊണ്ട് ഇനി ഇതിനകത്ത് ബി ഇല്ലല്ലോ. അപ്പൊ ബി എന്തായാലും ശരിയാന്ന് ഉറപ്പിച്ചു. അപ്പൊ ഓപ്ഷൻ ബി ആണ്. ക്ലിയർ ആണോ? ഇതുകൊണ്ട് നമുക്ക് ഇത്രയും കൊണ്ട് തന്നെ ചെയ്യാം. അതായത് ആദ്യത്തെയും ചെയ്തു, രണ്ടാമത്തെയും ചെയ്തു, അങ്ങനെ നിങ്ങൾ നോക്കുക. ഓക്കെ, മനസ്സിലായോ? എ ചെയ്തു, അത് ശരിയായിരുന്നെങ്കിൽ നമ്മൾ ഇതും നോക്കിയിട്ട് അടുത്ത ഏതാണെന്ന് വെച്ചാൽ ചെയ്യണം. അപ്പം എ തെറ്റായതുകൊണ്ട് ഞാൻ ഈ ഓപ്ഷനും വെട്ടി, ഈ ഓപ്ഷനും വെട്ടി, അതൊരിക്കലും വരുത്തില്ല. ഓക്കെ, ഇനി ബി ശരിയാണെന്ന് കിട്ടി, അതുകൊണ്ട് ഏത് ഓപ്ഷനാണ്? ഇനി നമുക്ക് ഇവിടെ സി ശരിയായിരിക്കും, ചെയ്ത് നോക്കേണ്ട കാര്യമില്ല, കാരണം വേറെ ഓപ്ഷൻ എടുക്കാനില്ല അല്ലെ. ഇതിനകത്ത് ബി വരുന്നില്ല. ക്ലിയർ ആണോ? അപ്പോൾ ഓപ്ഷൻ ബി ആണ് ആൻസർ. നമുക്ക് ബാക്കി 2 കൂടെ എങ്ങനെ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. അത് മാത്രമല്ല, ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ മാത്രമായിട്ടും ചോദിക്കാം കേട്ടോ. അതായത് ഇത് തന്നിട്ട് ഫൈൻഡ് ഹിസ് ഗെയിൻ പെർസെന്റ് എന്നുള്ള രീതിയിൽ നമ്മളോട് ചോദിക്കാം. അപ്പൊ നമുക്കത് എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. എക്സാമിന് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഈ 2 ക്വസ്റ്റ്യൻ മാത്രമേ ചെയ്യേണ്ടി വരത്തുള്ളൂ. ആ ഓപ്ഷൻ നമുക്ക് മാർക്ക് ചെയ്യാനും പറ്റും. ഓക്കെ, തേർഡ് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചേക്കുന്നത്, ഇഫ് ലോസ് ഈസ് 1/3 ഓഫ് ദ സെല്ലിംഗ് പ്രൈസ് ദെൻ ലോസ് പെർസെന്റേജ് ഇസ് 25%. പറയുവാണ്, ലോസ് എന്ന് പറയുന്നത് സെല്ലിംഗ് പ്രൈസിന്റെ 1/3 ആണ് എങ്കിൽ അവിടുത്തെ ലോസ് പെർസെന്റ് എത്ര എന്നാണ് ചോദിക്കുന്നത്. എങ്ങനെ ചെയ്യാം? നമുക്ക് അസ്യൂം ചെയ്യാം. അതായത് സെല്ലിംഗ് പ്രൈസ് 1/3 എന്നല്ലേ പറഞ്ഞേക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ചെയ്യുമ്പോൾ ഫ്രാക്ഷൻ വരാത്തൊരു വാല്യൂ അസ്യൂം ചെയ്യാൻ എന്തെടുക്കാം? സെല്ലിംഗ് പ്രൈസിനെ 300 എന്ന് ഞാനങ്ങ് എടുക്കുന്നു. പറഞ്ഞ മനസ്സിലായോ? 100 എന്ന് എടുത്താൽ 1/300 ഫ്രാക്ഷൻ വരും. അതുകൊണ്ട് മാത്രം നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും അസ്യൂം ചെയ്യാം. 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ഒരു നമ്പറിനെ അസ്യൂം ചെയ്താൽ എളുപ്പത്തിൽ ചെയ്യാം. സെല്ലിംഗ് പ്രൈസ് ഞാൻ 300 എന്ന് അസ്യൂം ചെയ്താൽ ലോസ് എന്തായിരിക്കും? 1/3 ഓഫ് 300, ദാറ്റ് ഈസ് 100. ക്ലിയർ ആണോ? ഇനി ലോസ് പെർസെന്റ്, ഈ ലോസ് പെർസെന്റ് അല്ലെങ്കിൽ ഗെയിൻ പെർസെന്റ് കാണുക എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തൊക്കെ വേണം എന്നാ പറഞ്ഞത്? കോസ്റ്റ് പ്രൈസും സെല്ലിംഗ് പ്രൈസും ഉണ്ടെങ്കിൽ ലോസ് പെർസെന്റും കാണാം, ഗെയിൻ പെർസെന്റും കാണാം. അപ്പൊ നമുക്ക് ഇവിടെ സെല്ലിംഗ് പ്രൈസ് കിട്ടി, ലോസ് കിട്ടി, ഇനി കോസ്റ്റ് പ്രൈസ് കൂടെ കണ്ടുപിടിച്ചാൽ പോരായോ? ക്ലിയർ ആണോ? ലോസിന്റെ ഇക്വേഷൻ എന്താ? ലോസ് എന്ന് പറഞ്ഞാൽ നഷ്ടം അല്ലെ. നഷ്ടം വരുന്ന എപ്പോഴാ? ഏത് കൂടുമ്പോഴാണ് നഷ്ടം വരുന്നത്? കോസ്റ്റ് പ്രൈസ് കൂടി സെല്ലിംഗ് പ്രൈസ് കുറയും. അപ്പൊ ലോസ് എന്ന് പറഞ്ഞാൽ കോസ്റ്റ് പ്രൈസ് മൈനസ് സെല്ലിംഗ് പ്രൈസ് ആണ്. ക്ലിയർ ആണോ? അപ്പൊ കോസ്റ്റ് പ്രൈസ് കണ്ടുപിടിച്ചേ. കോസ്റ്റ് പ്രൈസ് എന്ന് പറയുമ്പോൾ എന്ത് ചെയ്താൽ മതി? ലോസ് പ്ലസ് സെല്ലിംഗ് പ്രൈസ്. അപ്പൊ എന്താ? 300 പ്ലസ് 100, 400 കിട്ടി കോസ്റ്റ് പ്രൈസ്. ക്ലിയർ ആണോ? ഇനി ലോസ് പെർസെന്റേജ് കണ്ടുപിടിച്ചേ. ലോസ് പെർസെന്റ് എന്ന് പറഞ്ഞാൽ ലോസ് ബൈ താഴെ എന്താ? കോസ്റ്റ് പ്രൈസ് ഇൻ 100. ലോസ് എത്രയാണ്? 100. 100 ബൈ കോസ്റ്റ് പ്രൈസ് എന്താണ്? 400 ഇൻറ്റു 100. കട്ട് ചെയ്തേ. 100/4 25%.
അല്ലെ? ഇത് ശരിയായിരുന്നു അല്ലെ? നമ്മൾ ഓൾറെഡി മാർക്ക് ചെയ്തത് നമ്മുടെ ബി ആൻഡ് സി ആയിരുന്നു കറക്റ്റ്. അതുകൊണ്ട് നമ്മുടെ ഈ ഓപ്ഷൻ ശരിയാണ്, 25%. ക്ലിയർ ആണല്ലോ? ചെയ്യുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ബൈ സെല്ലിംഗ് 100 pence a vendor gains the selling price of 20 pence. His gain percent is 20%. എന്താണ് ഈ ക്വസ്റ്റ്യൻ ആണ് നമ്മൾ മെഗാ ലൈവിന്റെ അന്ന് ഡിസ്കസ് ചെയ്തത് അല്ലേ? 100 pen സെല്ല് ചെയ്യാനായിട്ട് ഒരു വെൻഡറിന് സെല്ല് ചെയ്തപ്പം വെൻഡറിന് 20 പെൻസിന്റെ സെല്ലിംഗ് പ്രൈസ് ആണ് ഗെയിൻ ആയിട്ട് കിട്ടിയത് എങ്കിൽ അയാളുടെ ഗെയിൻ പെർസെന്റേജ് കാണുക അല്ലെ? അതായത് ഗെയിൻ പെർസെന്റ് 20% തന്നിട്ടുണ്ട്. ഗെയിൻ പെർസെന്റ് കാണാൻ പറഞ്ഞാൽ എങ്ങനെ ചെയ്യാം? നോക്കിയേ, 100 pence വിൽക്കുന്നു. അപ്പൊ നമ്മൾ പറയുവാണ് ഇവിടെ ഇപ്പൊ സെല്ലിംഗ് പ്രൈസിന്റെ കാര്യത്തിലാണ് കൂടുതൽ പറഞ്ഞേക്കുന്നത് അല്ലെ? സെല്ലിംഗ് പ്രൈസ് ഓഫ് 1 pen ഞാൻ 1 rupees എന്ന് എടുക്കുന്നു. ഓക്കെ, അപ്പൊ നമുക്ക് 100 penന്റെ സെല്ലിംഗ് പ്രൈസ് എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടും? 100 rupees. ഇനി 20 penന്റെ സെല്ലിംഗ് പ്രൈസ് വേണ്ടെങ്കിൽ എത്ര കിട്ടും? 20 rupees അല്ലെ? ഒരു പെന്നിന്റെ സെല്ലിംഗ് പ്രൈസ് 1 rupees എന്നുള്ള രീതി ഞാൻ എടുത്തു. എങ്കിൽ നമുക്കറിയാം ഗെയിൻ കണ്ടുപിടിക്കണമെങ്കിൽ നിങ്ങൾക്ക് ഒരേ എണ്ണത്തിന്റെ സെല്ലിംഗ് പ്രൈസും കോസ്റ്റ് പ്രൈസും കിട്ടിയാൽ നമുക്ക് ഗെയിൻ പെർസെന്റേജ് കാണാം അല്ലെ? ഒരേ എണ്ണത്തിന്റെ. ഓക്കെ, അപ്പൊ ഇയാൾ 100 പേന വിൽക്കുന്ന ഒരു കാര്യമാണ് പറയാൻ പോകുന്നത്. അപ്പൊ 100 പേന വിൽക്കുമ്പം നമുക്കറിയാം സെല്ലിംഗ് പ്രൈസ് ഓഫ് 100 pen എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ എഴുതി അത് 100 rupees ആണ്. ഇനി ഇയാൾ ഈ 100 പേന വിൽക്കുമ്പോഴേക്ക് കിട്ടിയ ഗെയിൻ എത്രയാണ്? ഈ 100 pence വിറ്റപ്പം. ഓക്കെ, 100 pence ആണ് നമ്മളപ്പോ എണ്ണം എടുക്കുന്നത്. ഓക്കെ, അതിന്റെ സെല്ലിംഗ് പ്രൈസ് കിട്ടി. ഗെയിൻ എത്രയാണ്? ഗെയിൻ പറഞ്ഞേക്കുന്നത് 20 പേനയുടെ സെല്ലിംഗ് പ്രൈസ് എത്രയാണോ അത്രയും അയാൾക്ക് ഗെയിൻ ആയിട്ട് കിട്ടി. 20 പേനയുടെ സെല്ലിംഗ് പ്രൈസ് എത്ര? 20 രൂപ. അപ്പൊ ഗെയിൻ എത്രയാണ്? 20 രൂപ. അപ്പൊ സെല്ലിംഗ് പ്രൈസ് കിട്ടി, ഗെയിൻ കിട്ടി, കോസ്റ്റ് പ്രൈസ് കണ്ടുപിടിച്ചുകൂടായോ? ക്ലിയർ ആണോ? ഓക്കെ, എന്ത് ചെയ്താൽ മതി? ഗെയിൻ അല്ലേ? സെല്ലിംഗ് പ്രൈസിൽ നിന്ന് ഈ 20 കുറച്ചാൽ നമുക്ക് കോസ്റ്റ് പ്രൈസ് ആയില്ലേ? ക്ലിയർ ആണോ? കോസ്റ്റ് പ്രൈസ് ഓഫ് എന്താ? 100 പെന്നിന്റെ തന്നെ. ഈ 100 പെന്നിന്റെ സെല്ലിംഗ് പ്രൈസ് 100, അതിന്റെ ഗെയിൻ 20. സോ കോസ്റ്റ് പ്രൈസ് എന്ന് പറഞ്ഞാൽ എന്ത് വരും? 100 മൈനസ് 20, 80. ക്ലിയർ ആണോ? അപ്പൊ 80 കിട്ടി. ഇനി നിങ്ങൾക്ക് ഗെയിൻ പെർസെന്റ് ഒന്ന് കണ്ടുപിടിച്ചേ. ഗെയിൻ എത്ര? ഗെയിൻ പെർസെന്റേജ് എന്ന് പറഞ്ഞാൽ ഗെയിൻ ബൈ കോസ്റ്റ് പ്രൈസ് ഇൻ 100. നേരത്തെ നമ്മൾ ലോസ് പെർസെന്റ് പറഞ്ഞ പോലെ അല്ലേ? ലോസ് ബൈ കോസ്റ്റ് പ്രൈസ്. താഴെ കോസ്റ്റ് പ്രൈസ് ആണെന്ന് ഓർക്കുക. ഓക്കെ, അപ്പൊ ഗെയിൻ എത്ര വന്നു? 20 ബൈ 80 ഇൻറ്റു 100. സോൾവ് ചെയ്തേ. ഇവിടെ 20 ഇത് 4 ആയി. 4 കൂടെ കട്ട് ചെയ്താൽ 25% എന്നാ കിട്ടിയത്. ഇത് നമ്മൾ ഈ ഓപ്ഷൻ തെറ്റാന്ന് പറഞ്ഞാൽ അല്ലേ? ദാറ്റ് ഇസ് 20% എന്ന് അവർ പറഞ്ഞേക്കുന്നത് അത് തെറ്റാണ്. ഓക്കെ, 25% ആണ് ഗെയിൻ വരുന്നത്. ക്ലിയർ ആണോ? പിന്നെ ഏത് ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് മനസ്സിലായോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അറേഞ്ച് ദ ഫോളോയിങ് ഫ്രാക്ഷൻസ് ഇൻ ദ ഇൻക്രീസിംഗ് ഓർഡർ. ഈ തന്നിരിക്കുന്ന ഫ്രാക്ഷൻസിനെ ഇൻക്രീസിംഗ് ഓർഡറിൽ എഴുതുക. എന്നിട്ട് ഇത് ഏതാണ് ഈ ഓപ്ഷൻ കറക്റ്റ് എന്നാണ് ചോദിച്ചേക്കുന്നത്. മനസ്സിലായോ? അപ്പം ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചേ. ഒരു ഫ്രാക്ഷൻ എന്നാൽ അതിനെ നമ്മൾക്ക് എങ്ങനെ കമ്പയർ ചെയ്യുന്നത്? ഇപ്പൊ 2/3, 4/5 ഈ 2 ഫ്രാക്ഷൻ ഇതിലെ വലുത് ഏതാ ചെറുതെന്ന് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാ? നോക്കിയേ, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. അതായത് ഈ രണ്ട് ഫ്രാക്ഷനിൽ ഏത് ചെറുത് ഏത് വലുതെന്ന് എടുക്കാൻ പോവുക. അതിനെന്താ ചെയ്യേണ്ടത്? ക്രോസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 5 × 2 10, 4 × 3 12. ഓക്കെ, ഈ എടുത്ത പ്രോഡക്റ്റിൽ ഏതാ ചെറുത്? 10 ചെറുത്. സോ ഈ ഫ്രാക്ഷൻ 2/3 സ്മോൾ ആയിരിക്കും. ഇത് 12 അല്ലേ വലുത്. സോ ഇത് ലാർജ് ആയിരിക്കും. പറഞ്ഞ മനസ്സിലായോ? അപ്പൊ നമുക്ക് അങ്ങനെ ഈ 2 ഫ്രാക്ഷൻസിനെ എടുത്ത് കമ്പയർ ചെയ്യാം. നോക്കിയേ, ഇപ്പം ആദ്യത്തെ 2 എടുക്കാം. 2 വെച്ച് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ ഇതിനെ പോയിന്റ് ആക്കുക. ഓക്കെ, പോയിന്റ് ആക്കുമ്പോഴും നമുക്ക് ഓർഡർ ചെയ്യാം. ചില നമ്പേഴ്സ് ഒക്കെ പോയിന്റ് ആക്കുമ്പോൾ സെയിം ആയിട്ട് വരുമ്പോൾ അത് കഴിഞ്ഞുള്ള ഒരു ഡിജിറ്റ് കൂടെ കണ്ടുപിടിക്കണം. അപ്പൊ ഏതാണ് നിങ്ങൾ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഏതാണ് പോയിന്റ് ആക്കിയിട്ട് ചെയ്യുന്നതാണോ അതോ ഇപ്പൊ ഞാൻ ഈ പറയുന്ന രീതിയാണോ എളുപ്പമെന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ ഡിസൈഡ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അതാണ്ട് ഈ നമ്പർ എടുത്തു. 14/17 11/13. ഇത് നമുക്ക് ഇൻക്രീസിംഗ് ഓർഡറിൽ എഴുതാം. അതായത് ആദ്യം ചെറുത് പിന്നെ വലുത്, അങ്ങനെ പോകും. അപ്പൊ ചെറുത് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. ഓക്കെ, ക്രോസ് ചെയ്തേ. 14 × 13 ചെയ്യണം. 17 × 11 അല്ലെ? 12, 4, 4, 1 എന്ത് വന്നു? 182. ഇവിടെ വരുമ്പോഴോ 187. നോക്കിയേ, ഏതാ ചെറുത്? ഇത് 14/17 ചെറുത് അല്ലെ? അപ്പൊ ഇതില് 2 14/17 എടുത്തു. ഓക്കെ, അപ്പൊ 14/17 പിന്നെ ഏതാ 7/9 കൂടെ ചെയ്ത് നോക്കുക. ദെൻ 14 × 9 17 × 7 അല്ലെ? 11 36 3 ഏതാ വലുത്? നോക്കിയേ, 126 അല്ലെ? 36 12. ഓക്കെ, അപ്പൊ ഇതാണ്
ഏത് ചെറുത് ഏതാ 7/9. ഇത് രണ്ടിലും ചെറുത് 7/9 ആണ്. ഓക്കെ, അപ്പം ഇത് നമ്മൾ നോക്കി, ഇതാണ് ചെറുത്. ഇനി നമ്മൾ നോക്കേണ്ടത് 7/9 16/19 നോക്കിയേ. 19 × 7 136 16 × 9 എന്ത് വരും? 144. ഏതാ ചെറുത്? ഇത് 7/9 അല്ലേ? ഈ പ്രോഡക്റ്റ് ആണ് ചെറുത്, അതുകൊണ്ട് 7/9 ആണ് ഏറ്റവും ചെറുത്, അതായത് ഓപ്ഷൻ സി. അപ്പൊ ഇത് രണ്ടും നമുക്ക് വെട്ടാവേ. സിയും ഡിയും നമ്മൾ വെട്ടി. ഏതാണ് സി അല്ലെ? മൂന്നാമത്തത് കണ്ടുപിടിച്ച് കഴിയുമ്പോൾ നമുക്ക് നിർത്താൻ പറ്റും. ഇവിടെ രണ്ടും സിയും എ തന്നെയാണ് ചെറുതെന്ന് കിട്ടി അല്ലെ? അതായത് എ. ഇനിയും ചെറുത് 14/17 ആണ് നമുക്ക് മനസ്സിലായി. അപ്പൊ സി ആണ്, നമ്മൾ എ എഴുതി. അപ്പൊ ഇത് നമ്മൾ വെട്ടിയായിരുന്നു. ഓക്കെ, അതായത് ആദ്യത്തത് ഇതാണ്, പിന്നെ രണ്ടാമത്തെ രണ്ടും നമുക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ. 14/17 ആണ് സി എ. അത് കഴിഞ്ഞ് അടുത്തത് കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് ആൻസർ ആയി. ഇനി നോക്കിയേ, അതില് ബി, ഇത് രണ്ടും അല്ലെ? ഇപ്പൊ ഇത് രണ്ടും നമ്മൾ കണ്ടുപിടിച്ചു. ഇനി ഇത് രണ്ടും കൂടെ ഉള്ളേ ബിയും ഡിയും. 11/13 16/19. ഓക്കെ, 19 × 11 9 10 209 വരും. 16 × 13 ഓക്കെ 18 4 6 1 208. ഏതാ ചെറുത്? 16/19 അല്ലെ? 16 അതായത് ഡി, ഓപ്ഷൻ ഡി അല്ലെ? ഇത് ഡി വരും. അപ്പൊ ഏതാ ഓപ്ഷൻ? സെലക്ട് ചെയ്യുക ബി. ക്ലിയർ ആണോ? അപ്പൊ നമ്മൾ ഇതേപോലുള്ളതൊക്കെ ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ ഓപ്ഷൻസും കൂടെ ചെക്ക് ചെയ്തോളാം. ഓരോന്നും കിട്ടുമ്പോൾ ബാക്കി ഓപ്ഷൻസ് വെട്ടി കളയുക. അപ്പൊ നമുക്ക് കുറച്ചും കൂടെ സ്പീഡ് ചെയ്യാൻ പറ്റും. പറഞ്ഞ മനസ്സിലായോ? അപ്പൊ സി ആയി എ ആയി. ഇപ്പൊ ഇവിടെ ഇത് രണ്ടും ഉള്ളതാണ്, നമ്മൾ എ ചെയ്തില്ല, അതാണ് നമുക്കറിയാം അല്ലെ? അപ്പൊ എ ആണ്, അതുകൊണ്ട് ഇത് രണ്ടും കൂടെ കമ്പയർ ചെയ്തു ഡി ആണ്. അപ്പൊ സി എ ഡി, അടുത്തത് ബി വരും. സോ ഓപ്ഷൻ ബി. ക്ലിയർ ആണോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇത് നമ്മുടെ റീസണിങ് പാർട്ടാണ് അല്ലെ? അപ്പൊ ഇത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെയുള്ളത് വരുമ്പം നിങ്ങൾ എന്ത് ചെയ്യണം? എ ബി സി ഡി അത് തൊട്ടുള്ള നമ്പേഴ്സ്, ഇസഡ് വരെയുള്ള നമ്പേഴ്സ് എഴുതുക. അതിന്റെ നമ്പേഴ്സും കൂടെ ഒന്ന് നോട്ട് ചെയ്യുക. അതായത് ഇപ്പം 1 2 3 4 5. അപ്പൊ ഇതേപോലെ നിങ്ങൾ എ തൊട്ട് ഇസഡ് വരെയുള്ള നമ്പർ ലെറ്റേഴ്സ് എഴുതുക. അതിന്റെ ഇപ്പൊ നമ്പർ കോഡിംഗ് ആണെന്ന് മനസ്സിലായത് നമ്മൾ ആ നമ്പേഴ്സും കൂടെ ഒന്ന് എഴുതിയിട്ടാൽ നമുക്ക് വേഗം ചെയ്യാൻ പറ്റും. നോക്കിയേ, ഫസ്റ്റ് ബോൾട്ട്, ഇതിനകത്ത് ഏത് നമ്പറാണ് വരുന്നത്? അപ്പൊ നമ്മൾ ആദ്യം ഇതിന്റെ നമ്പേഴ്സ് ഒക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. എന്താ? 2, ബി യുടേത് 2 ആണ്, ഒ യുടേത് 15 ആണ്, പ്ലസ് എല്ലിൻ്റെത് 12 പ്ലസ് ടി യുടേത് 20 അല്ലെ? ഇതെല്ലാം കൂടെ ഒന്ന് കൂട്ടിയേ, എന്ത് വരും? 49 എന്ന് വരും. നോക്കിയേ, A3 അല്ലെ? നോക്കിയേ, ഓപ്ഷനിൽ നോക്കിയേ, A3 വരുന്ന ആകെ ഒരു ഓപ്ഷനേ ഉള്ളൂ. ഇനി നിങ്ങൾ ഇത് തന്നെയാണോ കോഡെന്ന് പറയാൻ ഒരെണ്ണം കൂടെ ചെയ്ത് നോക്കിയാ, റിങ് അതിന്റെയും കൂടെ ഒന്ന് ചെയ്ത് നോക്കിയോളൂ, നിങ്ങൾക്ക് 48 എന്ന് കിട്ടും. ഇതേപോലെ ഇതിന്റെ വാല്യൂസ് ആഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് കിട്ടി? ഓപ്ഷൻ A3 ആയതുകൊണ്ട് തന്നെ ഓപ്ഷൻ ഡി ആണ് ആൻസർ. ഓക്കെ, ബാക്കിയൊന്നും ചെയ്യാൻ നോക്കണ്ട. വേണമെങ്കിൽ ഒരെണ്ണം കൂടെ നോക്കൂ, അതേ പാറ്റേൺ തന്നെ ആണോ ചെയ്ത് നിങ്ങൾക്കൊന്ന് കൺഫേം ആക്കാം. ക്ലിയർ ആണോ? പിന്നെ ഏത് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് മനസ്സിലായോ? അപ്പൊ ഇതേപോലെ തന്നെ നിങ്ങൾ എല്ലാ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും അനലൈസ് ചെയ്യണം. അപ്പൊ നമ്മുടെ ക്ലാസ്സിൽ, നമ്മുടെ ബാച്ചിൽ നമ്മൾ അതേപോലെ ചെയ്യുന്നുണ്ട്. എല്ലാ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും നോക്കി ആ ഒരു പാറ്റേണിലാണ് നമ്മൾ പഠിപ്പിക്കുന്നത്. ഫുൾ സിലബസ് കവർ ചെയ്യുന്ന രീതിയിലുള്ള ക്ലാസ്സുകളാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇപ്പൊ UGC നെറ്റിന്റെ ഡിസംബറിലേക്കുള്ള എക്സാമിന് ഇപ്പോൾ നല്ല സമയമുണ്ട്. ഇത് ഇപ്പൊ തന്നെ നിങ്ങൾ ജോയിൻ ചെയ്യുക. നമ്മുടെ ലോങ് ടൈം ബാച്ച് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ ജനറൽ പേപ്പറിന് എക്കണോമിക്സ്, മാനേജ്മെന്റ്, ഇംഗ്ലീഷ്, കൊമേഴ്സ്, CSIR, ഫിസിക്സ് ഇതിനെല്ലാം നമ്മുടെ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ വിവരങ്ങൾ അറിയാൻ നിങ്ങൾ ഈ കാണുന്ന നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്ക് ഇന്നത്തെ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ ഒരു വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനായിട്ട് ഒന്ന് ഷെയർ ചെയ്യുക. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വേറൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്